ഇന്ന് ഞാനിവിടെ പറയുന്നത് PSC എക്സാമിന് സഹായിക്കുന്ന കുറച്ച് ജോഗ്രഫിയാണ്. സമരാത്ര ദിനങ്ങൾ. വർഷത്തിൽ 2 ദിവസമാണ് സമരാത്ര ദിനം, അതായത് മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ 2 ദിവസങ്ങളിലും സൂര്യരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്നു. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്കും അവിടെ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്കും സഞ്ചരിക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ 2 പ്രാവശ്യം ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്നു. ഈ 2 ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ എന്നറിയപ്പെടുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും തുല്യ പകലും തുല്യ രാത്രിയുമായിരിക്കും. മാർച്ച് 21 ശേഷം സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്നു. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തും. ഈ ദിവസമാണ് ഗ്രീഷ്മ അയനാന്തം ഓർ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കൂടുതലായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ കുറവായിരിക്കും. ജൂൺ 21 ശേഷം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തും. ഇതാണ് ശൈത്യ അയനാന്തം അല്ലെങ്കിൽ വിൻ്റർ സോൾസ്റ്റൈസ്. ഈ കാലഘട്ടത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ കൂടുതലായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കുറവായിരിക്കും. അതായത് സൂര്യൻ്റെ അയനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സമരാത്ര ദിനങ്ങളും അതുപോലെ തന്നെ സോൾസ്റ്റൈസും എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. അതായത് കണ്ടില്ലേ, ഈ ഡയഗ്രാം കണ്ടല്ലോ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം, ആ ഡേറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അതായത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് സമരാത്ര ദിനം നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് പോകും. ഉത്തരായന രേഖയിൽ ജൂൺ 21 അവിടെ നിന്ന് വീണ്ടും സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് വരും, അതായത് ദക്ഷിണ ഭാഗത്തേക്ക് വരും. അങ്ങനെ സൂര്യൻ വരുന്നത് സെപ്റ്റംബർ 23 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിൽ നിന്നും വീണ്ടും സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കും. ഡിസംബർ 22 സൂര്യൻ എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തും. ഈ കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഭയങ്കര ശൈത്യമായിരിക്കും. അതുകൊണ്ടാണ്